ഉണ്ണി ബാലകൃഷ്ണൻ, ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല കൂടുതൽ ജാഗ്രതയോടുകൂടി കൗണ്ടിങ്ങിനെ സമീപിക്കാൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ്. അതൊരു ചെറിയ അലിഗേഷൻ അല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോകുന്നു, പക്ഷേ എന്ത് ഫലമുണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ കരുതലോടെ നീങ്ങുന്നു എന്നുള്ളതാണ്. അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ത്യ മുന്നണി ഭയക്കുന്നുണ്ടെന്ന് വേണം കണക്കാക്കാൻ. അല്ല, ഈ 400 സീറ്റ് എന്ന് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അത് തന്നെ ഒരു പെർസെപ്ഷൻ ബിൽഡിംഗ് ആണ്. ഇതാ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചു വരാൻ പോകുന്നു എന്നുള്ളൊരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് 400 സീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 400 സീറ്റൊക്കെ ലഭിക്കാവുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് തങ്ങളുടേതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ നികേഷൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ എന്തിനാണെന്ന് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പാർട്ടി ഫണ്ട് ഫ്രീസ് ചെയ്യുക, പിന്നെ നാടൊട്ടുക്ക് നടന്ന് ഈ ഭാരതരത്നം അടക്കമുള്ള അവാർഡുകൾ കൊടുത്തിട്ട് ചൗധരി ചരൺ സിംഗിന് അവാർഡ് കൊടുക്കുക? അല്ല, ഇവരൊന്നും യോഗ്യരല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുക, 74ഓളം അഭിമുഖങ്ങൾ നടത്തുക, ഏറ്റവും എന്താ പറയുക അങ്ങേയറ്റം അപലപനീയമായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുക, അവസാന ഘട്ടത്തിലാണെങ്കിൽ ധ്യാനമിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ രാജ്യത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കുക. ഈ രീതിയിലൊക്കെ പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് മറ്റ് വിഷയങ്ങൾ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ശ്രമിച്ചത്? ഇഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് 400 സീറ്റ് അതിനകത്ത് ഇവിടെ 295 വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഏതാ 295 വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇന്ത്യ ബ്ലോക്ക് അതാണ് കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. 295 എന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ക്ലെയിം ഉണ്ണി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ 250 മുകളിൽ സീറ്റ് പിന്നെ ഇന്ത്യ ബ്ലോക്കിന് കിട്ടുമെന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ്. എൻ്റെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിൽ സംഭവിക്കും എന്നാണ് വിചാരിക്കുന്നത്. ആ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് പറയുന്ന അഥവാ അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ പോളിംഗിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സീറ്റുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. ഞാൻ മഹാരാഷ്ട്രയിൽ വലിയ 40 സീറ്റുകളാണ് യു പിയിൽ ഞാൻ അത്രയും സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, അവിടുത്തെ 64 സീറ്റാണല്ലോ യു പിയിൽ NDAക്ക് ഉള്ളത്. 62 സീറ്റ് BJPക്കുണ്ട്, 2 സീറ്റ് അപ്നാദളിലുണ്ട്, 64 സീറ്റുണ്ട്. 15 സീറ്റാണ് SP BSP സഖ്യത്തിനുള്ള, 1 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ 50-52 സീറ്റുകളാണ് പരമാവധി BJPക്ക് പ്രതീക്ഷിച്ചത്. ഉണ്ണി ബാലകൃഷ്ണൻ, നമുക്ക് ആ 295 സ്പ്ലിറ്റിലേക്കൊന്ന് പോകാം. എനിക്കൊന്ന് ഈ കണക്കുകൾ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത് അവിടെയാണ്. ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്ന 295 എന്ന നമ്പറിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയത് എങ്ങനെയാണ്? എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം 380+, 350+ NDAക്ക് പറയുമ്പോൾ 295 എന്ന ആത്മവിശ്വാസത്തിൽ ഇന്ത്യ മുന്നണി എത്തിയത് എങ്ങനെയാണ്? അത് കേവലം ഒരു അൺറിയലിസ്റ്റിക് നമ്പറാണോ റിയലിസ്റ്റിക് ആണോ എന്നതാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആ 295 എന്ന നമ്പറിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയതിൽ ആദ്യത്തെ സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ മൊത്തം 80 സീറ്റുകൾ. ആ 80 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി കരുതുന്നു 40 സീറ്റുകൾ നേടാൻ സാധിക്കും. ഇപ്പോഴുള്ള 62 സീറ്റുകളാണ് BJPക്ക്, 2 സീറ്റുകൾ താങ്കൾ പറഞ്ഞതുപോലെ അപ്നാദളിലാണ്, രണ്ടും കൂടെ കൂട്ടിയിൽ 64. SP-ക്ക് കിട്ടിയിരിക്കുന്നത് 5 സീറ്റ്, കോൺഗ്രസിനുള്ളത് 1. ഇന്ത്യ മുന്നണിക്ക് നിലവിൽ 6 സീറ്റുകൾ മാത്രമുള്ള ഇടങ്ങളിൽ നിന്ന് 34 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ 40ലേക്ക് എത്തേണ്ട ഫിഗർ നോക്കൂ, -6 ഇപ്പോഴുള്ള 6, SP-യുടെ 5-ഉം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1-ഉം, ഇത് രണ്ടും കൂടി ചേർത്താൽ 6, 40-ൽ നിന്ന് 6 പോയാൽ ലഭിക്കേണ്ട സീറ്റ് 34ആണ്. BSP ഒപ്പമില്ല എന്ന് ഓർമ്മിക്കണം. ഈ 34 എന്നുള്ളത് ഒരു അൺറിയലിസ്റ്റിക് ആയ ഫിഗർ അല്ലേ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അരുൺ, അക്കാര്യത്തിൽ നോക്കൂ, അവിടെ നിന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്, പ്രധാനമായും ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ കണ്ടതാണ്. യു പിയിൽ SP-യും കോൺഗ്രസും മാത്രമുള്ള ഒരു ഇന്ത്യ സഖ്യമായിരുന്നില്ല. പകരം BSPയെ കൂടി ഒപ്പം ചേർക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും അത് നടന്നില്ല, BSPയുമായിട്ടുള്ള സഖ്യം നടന്നില്ല. പക്ഷേ ആ ഘട്ടത്തിൽ BSP സഖ്യമുണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ബ്ലോക്കിൻ്റെ വോട്ട് കട്ടറായിട്ട് BSP മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ SP കോൺഗ്രസ് വിചാരിച്ചിരുന്നത് 2-3 സീറ്റുകളിൽ ജയിക്കാനാകും എന്നാണ്. പക്ഷേ പിന്നീടുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ ഇപ്പോൾ ഏതായാലും എക്സിറ്റ് പോളുകൾ 10-ലധികം സീറ്റുകൾ പറയുന്നുണ്ട്, 14-18 സീറ്റുകൾ വരെ എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ BSP വോട്ട് കട്ടർ ആകുമെന്ന് വിചാരിച്ചെടുത്ത് BJP നോർമലായിട്ടുള്ള സാന്നിധ്യം മാത്രമാവുന്നത് മാത്രമല്ല, ഏകമാനകമായ വിധത്തിൽ മുസ്ലിം വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് SP BSP സഖ്യം വിചാരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പല സമുദായ വിഭാഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാട്ട് രാജ്പുത്ത് വിഭാഗങ്ങളൊക്കെ തന്നെയും വലിയ നിലയിൽ സഹായിച്ചു എന്ന് മാത്രമല്ല, പശ്ചിമ ഉത്തർപ്രദേശിൽ
പശ്ചിമ ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് RLD ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് വിട്ടുപോയ സമയത്ത് ആ ഒരു മേഖലയാകെ ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് അകന്നു എന്നാണ് കരുതിയിരുന്നതെങ്കിൽ കർഷക രോഷം അവിടെ മുനിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ അവിടെയും ഇന്ത്യ ബ്ലോക്കിന് മെച്ചപ്പെട്ട സ്ഥിതി. അതായത് ആദ്യം കണ്ടിരുന്ന 2-3 സീറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ ബ്ലോക്ക് 40 സീറ്റുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ടെക്ടോണിക് ഷിഫ്റ്റ്, വലിയ ഒരു കൊടുങ്കാറ്റ് പോലത്തെ ഒരു മാറ്റം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലാതെ ഒരു നമ്പർ ഇട്ടു 40 എന്നല്ല ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് പിന്നിൽ ഒരു നെറേറ്റീവ് വേണം. എന്തായിരിക്കും ഉത്തർപ്രദേശിൽ ഈ 40 സീറ്റുകൾ, അതായത് ഇനി 34 സീറ്റുകൾ കൂടി, ആ 34 സീറ്റുകളിൽ നമുക്ക് വിശ്വസിക്കാം 9 സീറ്റുകൾ BSPയുടെ കയ്യിൽ നിന്നും വോട്ട് ദളിത് ആദിവാസി വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് SP-യിലേക്ക് ആയതുകൊണ്ട് ആ 10 സീറ്റുകൾ SP-ക്ക് വന്നു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അഥവാ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ 34-10 എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി 24 സീറ്റുകൾ കൂടിയാണ് കിട്ടേണ്ടത്. പക്ഷേ 24 സീറ്റുകൾ വരേണ്ടത് എവിടെ നിന്നാണ്? BJP-യിൽ നിന്നാണ്. 24 സീറ്റുകൾ അവിടെയാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കണക്ക് എങ്ങനെയാണ്? BSP-യിലൂടെ 10 സീറ്റുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നാൽ ഇനി വേണ്ട 34 സീറ്റിൽ 24 സീറ്റ് വേണം. അത് വരുന്നത് BJP-യിൽ ഇതാണ്. പക്ഷേ BJP-ക്ക് 24 സീറ്റുകൾ നഷ്ടപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. ഒന്ന്, ശക്തമായിട്ടുള്ള സ്റ്റേറ്റ് ആന്റി ഇൻകംബൻസി സ്റ്റേറ്റ് സർക്കാരിനെതിരെ ഉണ്ടാവണം. അത് നിലവിൽ അവിടെ വളരെ ആന്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് ഇന്ത്യ ബ്ലോക്ക് 40 സീറ്റ് അവകാശപ്പെടുന്നത്. 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ എണ്ണിക്കോ. 1 തൊഴിലില്ലായ്മ, 2 വിലക്കയറ്റം, 3 അഗ്നിവീർ. ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ വികാരമായി UP-യിൽ നിലകൊള്ളുന്നു എന്നാണ് ഇന്ത്യ ബ്ലോക്ക് കരുതുന്നത്. അതിനോടൊപ്പം നേരത്തെ BSP-യോടൊപ്പം ഉണ്ടായിരുന്ന, BSP-ക്ക് 10 സീറ്റ് കിട്ടുമ്പോൾ BSP-യോടൊപ്പം ഉണ്ടായിരുന്നത് ദളിത് വോട്ടുകൾക്ക് പുറമേ മുസ്ലിം വോട്ടുകൾ കൂടിയാണെന്ന് കരുതണം. ആ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും BSP-യിൽ നിന്ന് അകന്നിരിക്കുന്നു. കാരണം BSP മത്സരിക്കുന്നത് ജയിക്കാനല്ല, പകരം BJP-യെ ജയിപ്പിക്കാനാണ് എന്ന തിരിച്ചറിവ് മുസ്ലിം വോട്ടുകൾക്കുണ്ട്. രണ്ടാമത്തേത്, ദളിത് വോട്ടുകൾ പൂർണ്ണമായും ഇപ്പോൾ BSP-യുടെ പോക്കറ്റിലില്ല. ജാതവ് എന്ന ഒരു പ്രത്യേക വിഭാഗം ഒഴിച്ചുള്ള ബാക്കി ദളിത് വോട്ടുകളുടെ കൺസോൾട്ടേഷൻ BSP-ക്ക് ഇപ്പോഴില്ല തന്നെ. അരുൺ, അല്ല, അതിനകത്തൊരു കാര്യം എനിക്ക് കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. നമ്മൾ ഇത് ഈ റിസർവേഷന്റെ കാര്യത്തെ ചെറുതായിട്ട് കാണണ്ട ഉത്തർപ്രദേശിൽ. കാരണം വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുമെന്നും അങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണാനുകൂല്യം നഷ്ടപ്പെടുമെന്നുമുള്ള പ്രചാരണം ഉത്തർപ്രദേശിൽ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല നാഷണൽ മീഡിയയും നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ പല ആളുകൾ, പ്രത്യേകിച്ച് ദ പ്രിന്റ്, ദ വയർ, ഇവരുടെയൊക്കെ ലേഖകർ ഈ ഉത്തർപ്രദേശിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്ത് അതിനുശേഷം പുറത്തേക്ക് വിട്ടിട്ടുള്ള വീഡിയോകളിൽ പറയുന്നൊരു കാര്യം, ഈ പ്രിന്റിനെയും വയറിനെയൊക്കെ എപ്പോഴും ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവർ ചില ഗ്രൗണ്ട് റിയാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് അവർ പറയുന്നത് പല മനുഷ്യരും തങ്ങളുടെ ഈ പറയുന്ന റിസർവേഷൻ എടുത്ത് കളയാൻ പോവാണ്, ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ ഉള്ള ഭൂരിപക്ഷം കിട്ടാൻ പോകാണെന്നുള്ള ആകാംക്ഷയുള്ളവരുമാണ്. അപ്പോൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ കർഷക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, റിസർവേഷൻ, ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോൾ അവിടെ ശക്തമായ ഒരു വോട്ട് ഷെയറിലേക്ക് ഇന്ത്യ ബ്ലോക്കിന് എത്താൻ കഴിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ഒരു കാര്യം കൂടി നികേഷ് കുമാർ, അവിടെ ഉത്തർപ്രദേശിൽ പേപ്പർ ലീക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാർക്കിടയിൽ വലിയ അസന്തുഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ അധ്യാപക നിയമനം റദ്ദ് 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കണക്കിലാക്കുന്നത് ആന്റി ഇൻകംബൻസിക്ക്. വിലക്കയറ്റം, അതേപോലെ തന്നെ തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ ഈ പറയുന്ന പേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ അടക്കം 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആന്റി ഇൻകംബൻസിക്ക് കാരണമായി പറയുന്നത്. പക്ഷേ അപ്പോഴും 24 സീറ്റുകൾ നരേന്ദ്രമോദി യോഗി എന്ന ഡബിൾ എഞ്ചിൻ ആണ് ഉത്തർപ്രദേശിലുള്ളത്. ആ ഡബിൾ എഞ്ചിൻ്റെ ഷിഫ്റ്റിനെ ഉത്തർപ്രദേശിൽ ഇപ്പോഴും അയോധ്യ അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉത്തർപ്രദേശിനെ ബാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെങ്കിലും വലിയ തരംഗമായി മാറിയിട്ടുണ്ട് എന്നാണ് BJP കണക്കാക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ട് നോക്കൂ, ഈ 34 എന്ന നമ്പർ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനതാണ് ആവർത്തിക്കുന്നത്. ആ 34 എന്ന നമ്പറിൽ മാക്സിമം എത്ര കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, അവിടെ ഒരു പ്രശ്നം നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് 40 സീറ്റ് എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ വാദം ശരിവയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനകത്തുള്ള പ്രശ്നം അറിയാമോ? 50% ആയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം. അതായത് 50 സീറ്റിൽ 40 സീറ്റ് എന്ന് പറയുമ്പോൾ 50% അങ്ങനെ ഒരു നമ്മുടെ അറ്റംപ്റ്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു നിമിഷം ആൻറ്റോ, നമ്മുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ 295 എന്ന ഫിഗർ ആണ് പറയുന്നത്. ആക്ച്വലി എത്ര പോസിബിൾ ആകുമെന്ന് നമ്മൾ ഈ നമ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുകയാണ്. ഇപ്പൊ 40 എന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞു. പക്ഷേ നമുക്കൊരു റിയലിസ്റ്റിക് ആയ കണക്കിലേക്ക്
നമ്പറിലേക്ക് എത്തിയാൽ എത്ര വരെ പോകാം എന്നതാണ് ചോദ്യം. നമുക്ക് അവിടെ ഓരോ SP സംസ്ഥാനങ്ങളും already 5 കൂട്ടി സീറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു പ്രഡിക്ഷൻ കിട്ടും. ആ പ്രഡിക്ഷനാണ് ഈ എക്സിറ്റ് പോളുമായി ചേർന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ടെസ്റ്റ് സാമ്പിളായി മാത്രം എടുക്കുക. 40 എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ക്ലെയിമാണ്. എക്സിറ്റ് പോളുകൾ പറയുന്നത് തിരിച്ചാണ്. പക്ഷേ ഇതിനിടയിൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അല്ലല്ല, അവിടെ SP ഓൾറെഡി 5 സീറ്റ് ഉണ്ട്, കോൺഗ്രസിന് 1 സീറ്റ് ഉണ്ട്, 6. 10 സീറ്റ് BSP ഓൾറെഡി കിട്ടി. ആ സീറ്റ് ഇപ്രാവശ്യം കിട്ടൂല, അതങ്ങോട്ട് പോകുന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പോൾ 15 1 16. അത് ഇനി കോൺഗ്രസിന് കിട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയാൽ തന്നെ 16 സീറ്റേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വേറൊരു പ്രശ്നം എന്തറിയോ? SP മത്സരിക്കുന്ന 62 സീറ്റിലാണ്, കോൺഗ്രസ് മത്സരിക്കുന്നത് 17 സീറ്റിലാണ്. അതിൽ കോൺഗ്രസ് പറയുന്നത് എത്രയാണെന്നറിയോ? 2 3 സീറ്റേ കോൺഗ്രസ് പറയുന്നതിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒന്ന് ഏതാണ്? അമേഠി, 2 റായ്ബറേലി. ഈ 2 സീറ്റുകൾ മാത്രമാണ് അവർ കോൺഗ്രസ് പറയുന്നതിനകത്ത് കാര്യമായിട്ടുള്ളൂ. ആ 2 സീറ്റ് ഉണ്ടെങ്കിൽ തന്നെ ബാക്കി 17 സീറ്റിൽ 15 സീറ്റ് കിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. അല്ല, അമേഠി നോക്കണ്ട, അവരുടെ വാദമാണ്. അമേഠിയിൽ കിട്ടുമെന്നാണല്ലോ അവർ പറയുന്നത്, അവരുടെ വാദം, നമ്മുടെ വാദമല്ലല്ലോ പറയുന്നത്. സമാജ്വാദി പാർട്ടി പറയുന്നത് 62 സീറ്റിന്റെ അകത്ത് 40 സീറ്റും അവർക്ക് തന്നെ ഉറപ്പില്ല. ബാക്കി എത്രയാണ്? 22 സീറ്റേ ഉള്ളൂ. അപ്പൊ 22 സീറ്റും 25 സീറ്റ് അവരെ ഓരോ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. സമാജ്വാദി പാർട്ടി യാദവ പാർട്ടി എന്ന പേര് ഒഴിവാക്കാൻ വേണ്ടി 5 സ്ഥാനാർത്ഥികളെ മാത്രമേ യാദവരായിട്ട് നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ദളിത് വോട്ടുകൾ കിട്ടാൻ ദളിത് പാർട്ടിയാണ് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതെന്തുകൊണ്ടാണ് അവർ പ്രധാനമായിട്ടും ഈ ജാതി സർവേ പറയുന്നു ഈ 400ലേക്ക് പോകുന്ന ഭരണഘടന തിരുത്താനാണെന്ന് പറയുന്നു, സംവരണം എടുത്തു കളയാനാണെന്ന് പറയുന്നു. സംവരണം എടുത്തു കളയില്ല എന്ന് ഒരിടത്ത് മോദി പ്രസംഗിക്കുന്നു, അടുത്തടുത്ത് നേരെ തിരിച്ചു പറയുകയാണ് ഭരണഘടനയെ ഞങ്ങൾ മാനിക്കുന്നു, ഭരണഘടന ദൈവമാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. തിരിച്ചും മറിച്ചും പറയുന്ന പ്രസംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. UPയിൽ ഈ പറയുന്ന പോലെ 60 കടന്നുള്ള കണക്കുകളാണ് നമ്മൾ എക്സിറ്റ് പോളിൽ എല്ലായിടത്തും കണ്ടത്. 68 വരെയൊക്കെയാണ് പറയുന്നത് BJPക്ക്. അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. 50ലേക്ക് ചുരുങ്ങുമെന്ന് പറയുന്നത് യോഗേന്ദ്ര യാദവാണ്. അദ്ദേഹം പറയുന്നത് 1000 ഇടങ്ങളിലെങ്കിലും, അതായത് UPയിൽ 1000 സ്ഥലങ്ങളിലെങ്കിലും സഞ്ചരിച്ച് മനസ്സിലാക്കിയ കണക്കുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് കുറച്ച് വിശ്വസിക്കാമെന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ. മാത്രമല്ല അരുൺ, നേരത്തെ നമ്മൾ 2019 കാണേണ്ടത്, 2019 ഇപ്പോൾ ഹരിയാനയിലോ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ കാണുന്നത് പോലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചതല്ല. ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച നിരവധി ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. നോക്ക്, ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രാമക്ഷേത്രം താഴേക്ക് പോയി എന്നുള്ളതാണ്. രാമക്ഷേത്ര നിർമ്മാണം തന്നെ ആയിരിക്കും രാജ്യത്താകമാനം തങ്ങൾക്ക് ജയിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് കരുതിയിരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഉത്തർപ്രദേശിൽ തന്നെ ആ വിഷയം താഴേക്ക് പോയി എന്ന് കണ്ടു. പിന്നീട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടന മാറ്റാൻ പോകുന്നു എന്ന പ്രചരണം ദളിതുകൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും പ്രധാനം വിലക്കയറ്റം, അഗ്നിവീര്, തൊഴിലില്ലായ്മ, ഈ 3 വിഷയങ്ങളാണെങ്കിൽ പിന്നീട് രാമക്ഷേത്രം വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നുള്ളത്. ഭരണഘടന മാറ്റാൻ പോകുന്നു എന്നുള്ള പ്രചരണം ദളിതുകൾക്ക് ഇടയിൽ വലിയ പ്രചരണമാക്കി കൊണ്ടുവരാൻ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും സാധിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഈ BSPയുടെ ചതി. BSP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പോസിറ്റീവായി രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയല്ല, തങ്ങളുടെ MP-മാരെ ഉണ്ടാക്കി ഈ രാജ്യത്തിൻ്റെ ഭരണ നിർമ്മാതാക്കളായി മാറുകയല്ല, പകരം BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശ് ആനന്ദിനെ മാറ്റിയത്. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. മായാവതി ആകാശ് ആനന്ദിനെ അവസാന ഘട്ടത്തിൽ മാറ്റുന്നത് BJPയെ വിമർശിച്ചത് കൊണ്ടാണ് എന്ന് ദളിതുകൾക്ക് തോന്നുകയും, മാത്രമല്ല അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം യഥാർത്ഥത്തിൽ പ്രതിധ്വനിപ്പിച്ചത് ആകാശ് ആനന്ദ് എന്ന് പറയുന്ന മായാവതിയുടെ മരുമകനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ദളിത് വോട്ടുകൾ എങ്ങോട്ടാണ് പോവുക? സാധാരണഗതിയിൽ ദളിത് വോട്ടുകൾ പോകേണ്ടത് പിന്നെ ഇന്ത്യ ബ്ലോക്കിലെ കോൺഗ്രസിനൊപ്പമാണ്. ദളിത് വോട്ടുകൾ ഒരിക്കലും സമാജ്വാദി പാർട്ടിക്കൊപ്പം പോകില്ല. നമ്മൾ അവിടുത്തെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം നോക്കിയാൽ അവിടെ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്, ദളിതുകൾക്കെതിരായ ഏറ്റവും കൂടുതൽ ആക്രമണം, ഏറ്റുമുട്ടൽ എന്ന വാക്കല്ല, ദളിതുകൾക്ക് എതിരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത് ഈ OBC വിഭാഗത്തിൽ, യാദവ് വിഭാഗത്തിൽ നിന്നാണ്. എല്ലാം ഇപ്പം BSP ഭരിക്കുമ്പോൾ ഒരുപക്ഷെ തിരിച്ചാക്രമണം ഉണ്ടായിട്ടുണ്ടാവും. സമാജ്വാദി പാർട്ടി ഭരിക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഒരു ഗുണ്ടാ രാജ് തന്നെയാണ് ദളിതുകൾക്കെതിരെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദളിത് വോട്ടുകൾ BSPയിൽ നിന്ന് അകന്ന് SP-യിലേക്കല്ല പോവുക, പകരം നേരെ എത്തുക കോൺഗ്രസിലേക്കാണ് എന്നുള്ളതാണ്.